ഹായ് ഓൾ മൈ ഡിയർ ലവ്സ്, അവനി എസ്എസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഇന്റേണൽ എക്സാം നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കാണിച്ചു തരാമെന്ന്. ഈ പറഞ്ഞതാണ് അനശ്വര, എൻ്റെ റൂംമേറ്റ് ആണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, കോളേജിലെ എൻ്റെ ഒരു എൻ്റെ ഒരു പകുതി ഹൃദയമാണ് ഇരിക്കണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു 5 മിനിറ്റ് ലേറ്റ് ആയി പോയി. ഹോസ്റ്റലിലാണ് അവള് വാച്ച് കിട്ടുന്ന തിരക്കില്ല. ഇവിടെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നാണ് ഇറങ്ങിയത്. ഇന്നലെ അവധിയായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. അതാണ്, ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. അല്ലെങ്കിൽ ഈ ബാഗൊക്കെ കോളേജിന്റെ നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവച്ചിട്ട് നാക്കൊക്കെ പിഴക്കണം എൻ്റെ പൊന്നോ. അതാണ് ബാഗ് കാണിച്ചത്. അതാണ് പിള്ളേരെല്ലാം ഇവിടെ വെച്ച് കാണിച്ചിട്ടൊന്നും കാര്യമില്ല, അടുത്തോട്ട് ചെല്ലിട്ട് പിള്ളേരെല്ലാം പ്രയറിന് കയറിയാണ്. നമ്മളും പ്രയറിന് കയറാനാണ് പോണത്. പിന്നെ മാസ്ക് ഇപ്പം എന്ത് കോളറ അതും ഇതൊക്കെ വരുന്നത് കൊണ്ടും എനിക്ക് അലർജി സംബന്ധമായിട്ട് കുറച്ച് വിഷയങ്ങളുള്ളത് കൊണ്ടും നമ്മൾ മാസ്ക് വെച്ചിട്ടേ നടക്കാൻ പാടുള്ളൂ. അപ്പം അയ്യോ, പ്രിൻസിപ്പൾ എത്തി. പ്രിൻസിപ്പളിൻ്റെ കാർ ഇവിടെ കിടക്കും, ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് വീണ ടീച്ചറിൻ്റെ കാറ്. അപ്പം നമുക്ക് പ്രയറിന് കയറാം. വെട്ടംകാരനെ എന്നെ കാണാൻ വയ്യ. അതൊക്കെ നമുക്ക് ഫിൽറ്റർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിൻ പ്ലേസ്. കോളേജിൽ നിന്ന് വന്നു കയറുമ്പോൾ നമ്മൾ കാണുന്ന ഇടം ഇതാണ്. ഇവിടെ എല്ലാവരും പ്രയറിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്, സാറുമാരും ഒക്കെ ഉണ്ട്. ബൈ ബൈ. സംഭവം ഇവിടെ പ്രെയർ ആയിരുന്നു. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾ ഓടുകയാണ് ചെയ്തത്. പിന്നെ അവിടെ സാറുമാരും നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ക്യാമറയും പിടിച്ചോണ്ട് അതിൻ്റെ മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വല്ലതും പറഞ്ഞില്ല. അതല്ല, എന്നാലും അത് ശരിയല്ലല്ലോ. അപ്പോൾ പ്രെയർ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പ്രെയർ എടുക്കാൻ പറ്റൂല. കാരണം ഇവിടെ ഞാനിപ്പോൾ പഠിക്കണത് സ്വാതിരുന്നാൾ ഗവൺമെൻറ് കോളേജ് ഓഫ് മ്യൂസിക്കിലാണ്. ഈ നല്ല രസമുണ്ടടി. വെട്ടം നോക്ക്, ഫിൽറ്ററൊന്നും വേണ്ട. അപ്പോഴ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് സൂര്യൻ്റെ പ്രത്യേകത. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രയർ എല്ലാ കുട്ടികളും ഫസ്റ്റ് ഇയേഴ്സ് ആയാലും സെക്കൻഡ് ഇയേഴ്സ് ആയാലും തേർഡ് ഇയേഴ്സ് ആയാലും PG ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സ് എല്ലാവരും ഒരുമിച്ച് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ടാണ് പ്രയർ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പാടും. ടീച്ചർമാർ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പയ്യെ അങ്ങ് നടന്ന് ക്ലാസ്സിലോട്ട് കയറാം. ക്ലാസ് നടക്കണമെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണിക്കൂല. നമ്മൾ ക്ലാസ്സിൻ്റെ അത് നമ്മൾ ഫോൺ ഉപയോഗിക്കണത് ശരിയല്ല, അത് തെറ്റാണ്. ഇതിൻ്റെ പുറത്ത് നടക്കുന്ന വിശേഷങ്ങൾ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് വയലിൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഒന്ന് കണ്ടാൽ നമ്മൾ ഈ കാണുന്നത് ഓഡിറ്റോറിയം. അത് പിന്നെ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ഒക്കെ റൂം. വിനീത ടീച്ചറെ ഒരു ഹായ് പറയൂ. ഇത് വിനീത ടീച്ചർ, ഇത് ഗംഗ ടീച്ചർ. ടീച്ചർ ഇപ്പോൾ ഗസ്റ്റ് ടീച്ചറായിട്ട് വന്നതാണ് നമ്മളെ പഠിപ്പിക്കാനായിട്ട്. ഇതാണ് വിനീത ടീച്ചർ. ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ടീച്ചറായിട്ട് വന്ന ടീച്ചറാണ്. പക്ഷെ ടീച്ചർ ഇപ്പോൾ നമുക്കില്ല, എന്നാലും നമുക്ക് പഠിപ്പിക്കാനുണ്ട് കേട്ടോ. എടാ അജോ ഓ മൈൻഡ് ചെയ്യാതെ പോണു. നോക്ക്, ഇതാ ഇങ്ങനത്തെ പിള്ളേരാണ് ഇവിടെ ഉള്ളത്. എടാ നോക്കടാ, എടാ നില്ല്. അവൻ റെഡി ആയില്ല, അതുകൊണ്ട് അവൻ പിന്നെ വരും. ക്ലാസ്സിലോട്ട് പോവാ. അവൻ വരും, നമുക്ക് ക്ലാസ്സിലോട്ട് ഇടാം. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് താഴത്തെ നിലയിലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം സെക്കൻഡ് ഇയേഴ്സ് ആയിട്ട് ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പടി മുകളിലായി. അതാണ്, ഒരു പടി മുകളിലാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്. ഹലോ ഗേൾസ്, ഒരു ഹായ് പറഞ്ഞിട്ട് പോകും. ഇത് അദീന, എൻ്റെ ഫസ്റ്റ് റൂംമേറ്റ് ഉണ്ടായിരുന്നു. ഇത് ഷൺമുഖപ്രിയ, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള കുഞ്ഞുകുട്ടിയാണ്. വലിയ കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെ കാണിച്ചു തരാം ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടാകും. ഇതാണ് വോക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. പുറത്ത് കുറേ ചെരുപ്പൊക്കെ കിടപ്പുണ്ട്. അയ്യോ, സ്റ്റെപ്പ് കയറി വന്നതിൻ്റെ ഒരു ചെറിയ ക്ഷീണമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അതാണ്, ഇതിൻ്റെ അകത്ത് അഭിനന്ദയും അനീഷയും ഉണ്ട്. അവിടെ അനുഷിക ഇരിപ്പുണ്ട്. ഹായ് ഗേൾസ്, ഒരു ഹായ് പറയൂ. ഇങ്ങനെയാണ് ഞങ്ങൾ ക്ലാസ്സിലിരിക്കണത്. ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ക്ലാസ് എങ്ങനെയാണെന്ന്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ. അല്ല, ബാക്ക് ക്യാമറ ഒന്നും വേണ്ട. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. സംഭവം ഈ ഇട്ടേക്കണ
അതാണ് ഈ ഇട്ടേക്കണ പലകയുടെ മണ്ടയിൽ നമ്മളെല്ലാവരും ഇത് കണക്ക് ചമ്മണം പൂട്ടി ഇരുന്ന് പാടണം. ഇതാണ് ആദ്യത്തെ 2 മണിക്കൂർ 2 അവർ മിക്കവാറും ഇത് തന്നെ ആയിരിക്കും. പിന്നെ 3ാമത്തെ അവർ ഇംഗ്ലീഷ് ആയിരിക്കും. ഇത് അനുഷിക. അയ്യോ, ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. ക്ഷീണിച്ച്, സത്യമായിട്ട് ക്ഷീണിച്ച്. ഇപ്പോഴും സമയം 9:38 പക്ഷെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ ആരും കയറിയില്ല. 2-3 പേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം. ദച്ചു വാ. ഇതാണ് ദക്ഷിണ. ഇത് അനുമേച്ചി. അനുസ്മ എന്നാണ് ചേച്ചിയുടെ പേര്, പക്ഷെ നമ്മൾ അനുമ എന്നാണ് ഇവരൊക്കെ ആണ് നമ്മുടെ ഈ ഇയറിന്റെ മെയിൻ ആൾക്കാരെന്ന് പറയുന്നത്. ഇവരൊക്കെയാണ്. ഇവരല്ല, ഇനി വരാനുണ്ട് മെയിൻ. അതാണ് വിഷ്ണു ചേട്ടൻ, നിസ്വാൻ, അരുൺ, ഭാഗ്യരാജ്, പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ. ലക്ഷ്മി ചേച്ചി നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ കോളേജിൽ ഏറ്റവും കൂടുതൽ കൊളാബറേഷൻ ചെയ്തേക്കുന്നത് ലക്ഷ്മി ചേച്ചിയായിട്ടാണ്. പാട്ടുപാടി ഇവരെല്ലാവരുമായിട്ടും പാടണം. അതൊക്കെ ഇങ്ങനെ വഴിയേ വരും. കണ്ട, ഇതാണ് കുഴപ്പം. ഈ പെമ്പിള്ളേർ അലപ്പാണ്. ഇങ്ങ് വാടി. ഇതാണ് ആദിത്യ. പ്രായം കൊണ്ട് മൂത്തതാണെങ്കിലും സ്വഭാവം കൊണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞു പിള്ളേരെ സ്വഭാവം കാണിക്കുന്നതാണ്. കളി കൂടുതലാണ്, ഭയങ്കര കളിയാണ്. പിന്നെ എല്ലാവരും വന്ന് പൊതുവെ ഇത് ഞങ്ങൾ ഗേൾസാണ് കൂടുതലും. ഈ ഒരു സെക്ഷനിൽ ഗേൾസാണ് ഇരിക്കുന്നത്. ബോയ്സിൻ്റെ ക്ലാസ് നടക്കുന്നത് അപ്പുറത്താണ്. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആണ് ക്ലാസ്. പിന്നെ ചില സമയത്ത് കമ്പൈൻ ഇടും. കഴിഞ്ഞ ദിവസമൊക്കെ കമ്പൈൻ ആയിരുന്നു. ഇന്നിനി എങ്ങനെയാണോ അതോ അറിയാൻ വയ്യ. അല്ല, ഇവിടെ ഒരുത്തി ഫോൺ ഇൻസ്റ്റഗ്രാം അപ്ഡേഷൻ നടന്നില്ല. അവിടെ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ കുറെ പേരെത്തി. ടീച്ചർ വന്നില്ല, അതാണ് ഇങ്ങനെ ബോറടിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും വിശേഷം അവരുടെ പറയാൻ എന്നെ കുറിച്ച് പറയാം. ഇന്ന് വീട് എന്താവുമെന്ന് ആലോചിക്കുകയാണ് ഞാൻ. സത്യം, ഇന്ന് ഇവിടെ വിനീത് ടീച്ചർ പഠിപ്പിക്കാൻ കയറി. അപ്പൊ ബാക്കി വിശേഷം നാളെ പറയാം. നാളെ അല്ല, പിന്നെ പറയാം. ബൈ ഗൈസ്. ഒരു ബൈ പറയോ. വ്ളോഗ് എടുക്കണതിന്റെ ഭാഗമായിട്ട് ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഒച്ച താഴ്ത്തി സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയണതെല്ലാം നാട്ടുകാർ മൊത്തം കേൾക്കും. അപ്പോഴ് ടീച്ചർ നമ്മളെ പഠിപ്പിക്കാൻ കയറി. പക്ഷെ ടീച്ചർ നിന്ന് നമ്മളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യമില്ല. ടീച്ചർ സങ്കടമുണ്ടോ? ടീച്ചർ പോയി. ടീച്ചറിന് നമുക്ക് ഇന്ന് സബ് എക്സാം നടക്കുകയാണ്. വയലിൻകാർക്കും വീണക്കാർക്കും ഇന്റേണൽ എക്സാം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീണക്കാരെല്ലാവരും വീണ പ്രാക്ടീസ് ചെയ്യാൻ പോയി. വയലിൻകാർ ഞാൻ വയലിനാണ് സബ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പം റിക്വസ്റ്റ് എഴുതി കൊടുത്തിട്ട് ഞങ്ങളും ഇപ്പം പോകും. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേരെ കാണിച്ചു തരാമെന്ന്. അതിൽ ഒരാൾ ഇപ്പോഴാണ് എത്തിയത്. അനുജേ, ഇതാണ് അനുജ. ഇങ്ങനെ ആക്കിയാ കരയണ കൂട്ടത്തിലാണ്. അയ്യോ, നല്ല ക്യൂട്ട് കുട്ടിയാണ്. ഫാൻസ് കൂടും. എന്താണ് പറയുന്നത്? പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഇന്ന് എക്സാമിനെ കുറിച്ച് എന്താണ് പറയുന്നത്? തോക്കും. ജയിക്കും. കുറച്ചൊക്കെ പറഞ്ഞേ ഉള്ളൂ. ടെൻഷൻ ഉണ്ടോ? അവളാകെ തണുത്ത് മരവിച്ചിരിക്കുന്നു. പിന്നെ ഇതാണ് മഞ്ജുശ്രീ ചേച്ചി ഒരു ഹായ് പറയോ. ഇതാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മൂത്തത് ചേച്ചിയാണ്. അടിപൊളിയായിട്ട് പാട്ട് പാടും, എല്ലാം ചെയ്യും. ഇവിടെ വീണക്കാരൊക്കെ ഭയങ്കര ചർച്ച, അവിടെ വയലിൻകാർ ഭയങ്കര ചർച്ച. ഞാൻ മൊത്തം പഠിച്ചൊന്നുമില്ല. ഞാൻ ഇത്രയും ഇതായിട്ടിരിക്കണമെങ്കിൽ ഒരു പിണ്ണാക്ക് പറഞ്ഞൂടെ സത്യമായിട്ട് വായിക്കാൻ പറഞ്ഞ. എനിക്ക് ഈ വലത്തെ കൈക്ക് ബലക്ഷയം ഉള്ളത് കൊണ്ട് പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു. ഇന്നലെ പിന്നെ ഞാൻ വയലിൻ തൊട്ടിട്ടില്ല. എൻ്റെ എക്സാമിൻ്റെ ഭാഗമായിട്ട് കുറേ ദിവസം കണ്ടിന്യൂസ് വായിച്ചപ്പോഴത്തേക്കും വീണ്ടും പെയിൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ചാച്ചാ ഇവിടെ ഒരു ചാച്ചാ ചാച്ചാ ഇവിടെ പിള്ളേരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ഒരാളെ പരിചയപ്പെടുത്തിയില്ല. ഇതാണ് അർച്ചന. മുഖം മറച്ചു വെച്ചേക്കുന്നത്. ഇത് ആദിത്യ. സുന്ദരായിട്ടുണ്ടെന്ന്
ഇന്ന് ഞാൻ ഇന്നലെ ഒരു ഇന്നലെ ഹോസ്റ്റലിൽ ഇരുന്നപ്പോഴത്തേക്കും ഒരു 7-8 പേരടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, 7-8ഇല്ലല്ലേ, ഒരു 5-6 പേരടുത്ത് പറഞ്ഞായിരുന്നു ഇന്ന് മിക്കവാറും വ്ലോഗ് എടുക്കുമെന്ന്. അതുകൊണ്ട് ആ പറഞ്ഞ വ്യക്തികളെല്ലാം ഇന്ന് നല്ല ഒരുങ്ങി സുന്ദരികളായിട്ടാണ് വന്നേക്കുന്നത്. ലക്ഷ്മി ഞങ്ങളെയൊക്കെ പരിചയപ്പെട്ടല്ലോ. അതാണ്, ഇവരെയൊക്കെ പരിചയപ്പെട്ടു. ഇനി ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് സുരുതി. സുരുതി ഒരു ഹായ് പറ. അതാണ് എല്ലാവർക്കും ഇതാണ്. അജാനെ വിളിച്ചപ്പോ അജ ഓടി, ഞാൻ റെഡി ആയിട്ട് വരാമെന്ന്. ഒരുങ്ങണ്ട, അതാണ് ഒരുങ്ങണ്ടേ, എല്ലാരും റെഡി ആവട്ടെ. പിന്നെ പോണ്ടേ, പോണം. സത്യമായിട്ട് ഒന്നും വായിക്കാറുണ്ട്. ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാവേ. നമുക്ക് ഇതിന്റെ അകം. അയ്യോ, ഫോൺ പോവാതിരുന്നാൽ മതി. ഇത് ഓഡിറ്റോറിയമാണ്. ഈ കാണുന്നതാണ് ഓഡിറ്റോറിയം. ഓഡിറ്റോറിയത്തിൻ്റെ ഇപ്പുറത്ത് വോക്കൽ ക്ലാസ്. അപ്പം ശരി, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിശേഷങ്ങൾ കാണിച്ചു തരാം. ഞാൻ സൈൻ ചെയ്തിട്ട് ഒപ്പൊന്നും കാണിച്ചു തരില്ല. അപ്പം ഞങ്ങൾ വയലിൻ സബ് പ്രാക്ടീസ് ചെയ്യാൻ പോണ വഴിക്കാണ്. പ്രിൻസിപ്പളിനെ ഞാൻ നേരത്തെ പറഞ്ഞു, ടീച്ചറിൻ്റെ വണ്ടിയൊക്കെ കാണിച്ചു തന്നെ. ടീച്ചർ ഒരു ഹായ് പറയും. ഹായ്, ഇത് ഞങ്ങളുടെ പെറ്റാണ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ടീച്ചറിനെ കാണാൻ പറ്റും, ടീച്ചർ സംസാരിക്കുന്നു. ടീച്ചർ ഹായ് പറഞ്ഞു. ഇതാണ് സഹോദരൻ, മൃദംഗം ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ മുത്താണ്. അസാധ്യ കലാകാരനെന്നൊക്കെ പറയും. അതന്നെ, നിങ്ങൾ തന്നെ പറയും. അപ്പോഴ് ഞാൻ ഇതാണ് ആള്. ഇവരുടെ തന്നെ ചോദ്യം ചോദിക്കണ്ട. എന്നിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്? ഉത്തരം അറിയാക്കി കമന്റ് ചെയ്യണേ. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കൂ. വീഡിയോ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഒരാളെ കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഇതാണ് വരയൻ. 26 വയസ്സുണ്ട്. അല്ല, ഞാൻ നല്ലതേ പറയൂ. നല്ല വെച്ച പോളങ്ങ് പരീക്ഷ. ഓ അല്ലല്ല, യൂട്യൂബ് ചാനൽ നമുക്കൊന്ന് സബ്ബാണ്. പിന്നെ തകർക്ക്. ഓൾ ദി ബെസ്റ്റ് സാർ. സമ്പത്ത് സാറേ ഒരു ഹായ് പറയൂ. നിൽക്കണതാണ് ശ്രീലക്ഷ്മി ടീച്ചർ. എല്ലാവരും കാണിക്കാം. ഇത് ശ്രീലക്ഷ്മി ടീച്ചർ, ഇത് സമ്പത്ത് സാറ്. രണ്ടുപേരും വയലിൻ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. അതാണ് ലക്ഷ്മി ചേച്ചിനെ കാണിച്ചില്ല. ഹായ്ഡാ, ഹായ്. ചേച്ചിയായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൊളാബറേഷൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തേക്കുന്നത്. നമ്മുടെ കോളേജിൽ വെച്ച് പാട്ട് പാടി. അസാധ്യ സിംഗറാണ് ചേച്ചി, രക്ഷയില്ലാത്ത സിംഗറാണ്. ഇവിടെ വയലിൻ പ്രാക്ടീസ് ചെയ്യും എല്ലാവരും. എന്താവും ഇന്നത്തെ എക്സാം? സത്യം പറഞ്ഞാൽ സ്വരം വായിക്കാൻ അറിയാം, പക്ഷെ സാഹിത്യം വായിക്കാൻ പറഞ്ഞാൽ തീർന്നു. ഒന്നും അറിഞ്ഞൂടാ, ഭയങ്കര ടെൻഷൻ. പക്ഷെ ആ ടെൻഷനൊന്നും മുഖത്ത് കാണൂല, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ മെയിൻ ഒരാളെയാണ് കാണിക്കാൻ പോണത്. ഇവിടെ ഞങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരേ ഒരു അധ്യാപകൻ റോജോ സാറ് വയലിൻ ഡിപ്പാർട്ട്മെന്റിലെ സാറാണ്. പക്ഷേ വോക്കൽ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരെടുത്തായാലും മൃദംഗ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരെടുത്തായാലും ഏത് ഡിപ്പാർട്ട്മെന്റിലോട് ചോദിച്ചാലും എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനുള്ളത് റോജോ സാറാണ്. എനിക്കും പേഴ്സണൽ ഫേവറേറ്റ് സാറ് തന്നെയാണ്. കാരണം ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടി സാർ എന്ത് ചെയ്യും, ഞങ്ങളെ കൂടെ നിൽക്കും. അങ്ങനെ ഒരു അധ്യാപകനാണ്. മക്കളാണ് നമ്മുടെ എൻ്റെ അത്ര ഇഷ്ടമാണ് പിള്ളേരെ. താങ്ക് യു സാർ. അപ്പോൾ എക്സാം നടക്കാൻ പോകും, എന്താവും എന്തോ ഒരു പിടിയില്ല. എല്ലാവരും എന്താ ഇവിടെ നിരന്ന്. ഹലോ ഗൈസ്, ഞാൻ പരീക്ഷ കഴിഞ്ഞിറങ്ങി. പരീക്ഷയ്ക്ക് കയറിപ്പോയെന്നും അറിഞ്ഞില്ല. വിളിച്ച്
ഒരാൾ കയറി, അർച്ചന കഴിഞ്ഞ് പിന്നെ ഞാനാണ് കയറിയത്. ഞാൻ രണ്ടാമതായിരുന്നു. വായിച്ച് ഞാൻ ഒരാഴ്ച നല്ലോണം പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്നലത്തെ ദിവസം ഞാൻ വയലിൻ തൊട്ടിട്ടില്ല. സംഭവം എനിക്ക് കൈ വയ്യ, ഭയങ്കര വേദന. അവൾ അനുസര കുഴമ്പൊക്കെ ഇട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കണം. അവൾ രാത്രി ഇന്നലെ 3 നേരം അവൾ എനിക്ക് തൈലവും കുഴമ്പൊക്കെ ഇട്ട് തടവി ഇറങ്ങി തന്നി. പക്ഷെ അതുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ല. എന്തായാലും പരീക്ഷ കഴിഞ്ഞുകൊണ്ടൊരു സമാധാനമുണ്ട്. പക്ഷേ എന്തരാവോ എന്തോ നോക്കാം. ബാക്കിയുള്ളവർ ഇവിടെ ഇരിക്കണേ ഉള്ളൂ എക്സാമിന് വേണ്ടി. ഒരു കൂട്ടം ആൾക്കാർ ഒരാളെ പരിചയപ്പെടുത്തി തരാവേ. ഇതാണ് ശ്രീലക്ഷ്മി. ഹലോ. ആരാണെന്ന് അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുത്തത്? ഞാൻ പരിചയപ്പെടുത്തി. ഞാൻ ഇവിടെ സീനിയറാണ്, PG ഫൈനൽ ഇയർ ആണ്. അത് മാത്രമല്ല, ഞാൻ ഹോസ്റ്റലിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഹോസ്റ്റലിന്റെ സെക്രട്ടറി ശ്രീലുവായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിന്ന ഒരേ ഒരു സെക്രട്ടറി ആയിരുന്നു. പോട്ടെ, ബൈ. ഇതെല്ലാം PG യിലെ ചേച്ചിമാരാണ്. ലൈഷു, ഇത് അഞ്ജിത. ഇവരിപ്പോ ഇവരിറങ്ങിയിട്ട് ഇനി പുതിയ PG ഫസ്റ്റ് ഇയേഴ്സ് വരും. പിന്നെന്താ, പിന്നെ എനിക്ക് പരീക്ഷ തീർന്നതിന്റെ സന്തോഷം. പരീക്ഷയ്ക്ക് അതാണ്. ഇന്നത്തെ എക്സാമിനെ കുറിച്ച് എനിക്ക് എന്താണ് പറയാനുള്ളത്? വളരെ നല്ലൊരു എക്സാം ആയിരിക്കും. പഠിച്ചത് പാടുക. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിരുന്നു. നിങ്ങളൊക്കെ ഇനി എക്സാമിന് പോകാൻ പോണവരല്ലേ? എന്താണ് അഭിനന്ദനൊക്കെ എന്താണ് പറയാനുള്ളത്? നല്ല ടെൻഷനുണ്ട്. ലക്ഷ്മിക്കാരി നല്ല ടെൻഷനുണ്ട്. തോക്കും. ഇല്ല, ആരും തോക്കത്തില്ല. ആരും തോക്കില്ലടി, ഉറപ്പ് ആണ്. ഇങ്ങനെയാണ് ഞങ്ങൾ പഠിക്കണത്. ഓക്കെ, ഇപ്പം കുറെ ചേട്ടന്മാരൊക്കെ തൊഴിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മൈൻഡാക്കേണ്ട ആവശ്യമില്ല. എന്താവോ എന്തോ. അപ്പൊ ഇനി ഇത്രയും പേർക്ക് എക്സാം കഴിയാനുണ്ട്. പിന്നെ അനശ്വര, അവര് കുറെ പേര് വയലിനാണ്, പക്ഷെ വീണയാണ് എടുത്തേക്കണം. ഓ ചേച്ചി, ഇല്ല വൈഭവൊന്നും ചോദിച്ചില്ല. ഭാഗ്യത്തിന് വൈഭവൊന്നും ചോദിച്ചില്ല. പിന്നെ അനശ്വര, ശ്രീയേഷേട്ടാ ഒരു ഹായ് പറ. ഹലോ. എന്താണ് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് പറയുന്നത്? ഞാൻ യൂട്യൂബ് ചാനൽ താമസിച്ച് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. എനിക്ക് കുറച്ച് സമയത്തിന്റെ കുഴപ്പമുള്ളതുകൊണ്ട് അതാണ്. ഇതുവരെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളുടെ അടുത്താണ് നിങ്ങളിപ്പോ സംസാരിച്ചത്. അതാണ്, ലൈവായിട്ടാണ് എല്ലാം. അവനിയസസ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. പക്ഷെ ഞാൻ സമയത്തിന് വീഡിയോ നമ്മളെ കോളേജ് ഗ്രൂപ്പിൽ ഇടണുണ്ട്. ഞാൻ കാണും, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോങ്ങല്ല, അത്ര സെർച്ച് ചെയ്താൽ മതി. ഇത് തന്നെ ലൈവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. പിന്നല്ല, സന്തോഷം. താങ്ക് യു. അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോലെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരാളെ കൊണ്ടുകൂടെ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു ഗൈസ്. അപ്പോൾ നിങ്ങളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചേച്ചി ശ്രീയേഷ് കൊണ്ട് ലൈവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചു. അങ്ങനെയാണ് വിശേഷങ്ങൾ. ഒരു 2 വാക്ക് സംസാരിച്ചിട്ട് പോവോ? ഇതാണ് സംഗീതേട്ടൻ. ചേട്ടൻ ഇവിടുത്തെ PG സെക്കൻഡ് ഇയർ. നിങ്ങളിപ്പോ സെക്കൻഡ് ഇയർ ആകാറാകുന്നു. അതാണ് ഫസ്റ്റ് ഇയർ. സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ. ഈ ചന്ദനക്കുറിയുടെ പ്രത്യേകത എന്താ? അതാണ് എല്ലാ ഇതില്ലാതെ ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ല. ബൈ. അങ്ങനെ നമ്മളെല്ലാവരെയും പരിചയപ്പെടുകയാണ് സുഹൃത്തുക്കളെ. ഇത് മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ വ്ളോഗ് 30 മിനിറ്റ് കൂടുതൽ കാണും. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞായിരുന്നു, വ്ളോഗ് സമയം തോനെയുണ്ട് ചില വ്ളോഗൊക്കെ. സത്യത്തിൽ സമയം എത്ര എഡിറ്റാക്കിയാലും ചില വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണിക്കണ്ടേ. പിന്നെ പാർട്ടാക്കി കാണിച്ചു കഴിഞ്ഞാൽ ഒരു രസം കാണില്ല. നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ സമയം കിട്ടുമ്പോൾ ബാക്കി കണ്ടാൽ മതി. കഴിഞ്ഞോടാ, ഞാൻ തരാം. അങ്ങനെ അവൻ പേന വാങ്ങിക്കാൻ പോവുകയാണ്. അവർക്കിന്ന് വോക്കലാണ് എക്സാം, സബ് വോക്കൽ.
അപ്പോൾ നമുക്ക് വോക്കൽ കഴിഞ്ഞ് വോക്കൽ ഞാൻ പാടി തെറ്റിച്ച് ആദ്യത്തെ 2 എണ്ണം കയറി ടെൻഷൻ അടിച്ച് 2 എണ്ണം തെറ്റിച്ച് ബാക്കിയെല്ലാം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പാടി. അയ്യോ എല്ലാവരൊക്കെ പഠിക്കണ തിരക്കില്ല, ഞാൻ 2ാമത് കയറി ഞാൻ ടെൻഷൻ അങ്ങ് കളഞ്ഞു. അയ്യോ അങ്ങനെ. അപ്പം ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് പാടാ. ഇത് നിസ്സാൻ. ക്യാമറ തുടങ്ങി. ഇത് ക്യാമറയുടെ കുഴപ്പമില്ല, എന്റെ മുഖത്തിന്റെ കുഴപ്പമില്ല. ഇടുമ്പോ വിവിഡിട്ടിടുക, എന്റെ മുഖം വെളുത്തിരിക്കും. നോ ഫിൽറ്റർ. ഓക്കെ, വാടാ. നോ ഫിൽറ്റർ ആണ്. നിനക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, സ്നേഹികളെ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയടാ. നിങ്ങൾ ഒരു കമന്റ് ചെയ്യുക. അതായത് അവനി സുന്ദരനാണ്. അല്ലല്ല അല്ല അവനി ശങ്കർദേവ് ഇങ്ങനെ, സോറി അവനി SS മുടി ഇങ്ങനെ വെക്കുന്നതാണോ അതോ മറ്റേ കൂമ്പാര കെട്ടുന്നതാണോ? നിങ്ങൾ അതൊന്ന് കമന്റ് ഇടണ്ട. ഇവൻ ഇത് തന്നെ കുഴപ്പം. ഇവന്റെ മെയിൻ അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരെയും പേരിന്റെ അച്ഛൻ്റെ അമ്മേനെയൊക്കെ മാറ്റി വിളിക്കും. ഇതാണ് ഇവന്റെ കുഴപ്പം. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ഭാഗ്യരാജായിരുന്ന നല്ല വ്ലോഗ്. അതാ അവന്റെ കുറെ എന്റെ കൈ കിടപ്പുണ്ട്. ഇനി നമുക്ക് മൃദംഗം ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് ചുണക്കുട്ടികളെ കാണാം. ഇതാണ് ഇത് സാരംഗ്. എന്റെ കഴിഞ്ഞ ദിവസത്തെ FB പോസ്റ്റ് എല്ലാവരും കണ്ടാണ്. ശ്രീതേട്ടാ, ഞാൻ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നു ഫോട്ടോ. ഇതിങ്ങൾക്കൊക്കെ നാണം എന്തിനാണോ എന്തോ, സത്യം എനിക്കറിയാൻ പാടില്ല. ശ്രീതേട്ടാ, ചേട്ടനെ കൊണ്ടൊരു ഹായ് പറയിപ്പിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഹായ്. ഇതാണ് ശ്രീതേട്ടൻ. ചേട്ടൻ പൊതുവെ ആള് സൈലന്റ് ആണ്, ഒന്നും സംസാരിക്കത്തില്ല. ഞാൻ പോട്ടെ. നമുക്ക് ഓരോരുത്തരെ. റാംബോ, ഒരു ഹായ് പറയടാ. എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുന്നവരോട്ട് എന്തിനാണ് പറയാനുള്ള? ആദ്യമായിട്ടാണ് ഞാൻ ഒരു വ്ളോഗ് വീഡിയോയില് വന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. താങ്ക് യു. അപ്പം ബാക്കിയുള്ളവരെ പരിചയപ്പെടാം. അജുനെ ഞാൻ അവൻ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സൂരജ്. ഹലോ. അവൻ സംസ്കൃത പണ്ഡിതനാണ്. വേണ്ടക്കുറിച്ച് വേറൊന്നും അവനെ കുറിച്ച് എനിക്ക് പറയാനില്ല. പറയണ. ഹായ് ഗൈസ്, ഞാൻ വിശാലി. പിന്നെ ഉള്ള ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയപ്പെടുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അവന്റെ സ്ഥലം പാലക്കാടാണ്. ഇനി ഒരാളെ കാണിച്ചു തരാം. വിഷ്ണുട്ടൻ വന്നില്ലേ? വിഷ്ണുട്ടൻ വന്നില്ല. ദിസ് ഈസ് അരുൺ, മിസ്റ്റർ മോമോ. എന്താണ് പറയുന്നത് എന്നെ കുറിച്ച്? ഒരു 10 വാക്ക്. ടർബോ. ഞാൻ നേരത്തെ 3 വാക്ക് കൊടുത്തു. അവനി എന്നെ കുറിച്ച് വളരെ നല്ലൊരു കുട്ടിയാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ ക്യാമറ പോകുന്ന ചെറുക്കം. 32 വല്ലുണ്ട് പുറത്ത്. നിന്നെ ഞാൻ കാണിക്കുവേ. ഇവന്റെ അടുത്ത് രാവിലെ വ്ളോഗും കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട് റെഡി ആയിട്ട് വരാം. അവനി വളരെ നല്ലൊരു കുട്ടിയാണ്. അതെ, നല്ല സുന്ദരിയാണ്, നല്ല പാട്ടാണ്, കോളേജിനൊരു മുതൽക്കൂട്ടാണ്, നല്ല മുടിയാണ്. എനിക്ക് പ്രിൻസിപ്പലിനെ കിട്ടിയതാ. എന്തോ വേണം. ഇവനാണ് അജോ. രാവിലെ കൊണ്ടുവന്നിട്ട് ഇവനാണ് ഓടിപ്പോയത്. എന്താണ് പറയുന്നത്? ഒരു അടിപൊളി കീബോർഡിസ്റ്റ് ആണ്. പ്രോഗ്രാമുകളിൽ നിന്നും പ്രോഗ്രാമുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കലാകാരനാണ്. ഇല്ല, റീടേക്ക് ഒന്നും ഇല്ല. ഇത് ഇതേ കണക്കങ്ങിടും. എടാ ബാക്കി നിന്നെ അന്വേഷിച്ചില്ലേ? നിനക്കുള്ളതാണ്. എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ പേര് ഭാഗ്യരാജ്. ഞാൻ അവനിയുടെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പിള്ളേർക്ക് എക്സാം ആണ്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ട്രെയിനിങ്ങുണ്ട്. ഇത് നമ്മൾ പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട്. എക്സാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയും. ഇതാരെ കയറിയതാണ്? ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് എക്സാം? എങ്ങനെയുണ്ട്? എല്ലാം തെറ്റിച്ചു. അപ്പം എല്ലാവരും അതിന്റെ പിള്ളേരെ നോക്കി അവരെ ഒന്ന് ആത്മധൈര്യം കൊടുക്കുന്നതാണ് ഞാൻ. ബാക്കി നമുക്ക് പിന്നെ അടുത്ത വ്ളോഗിൽ വരുന്നതാണ്. ഓക്കെ, ബൈ.
ആക്ച്വലി ഇവൻ ചെയ്ത ഒരു 2-3 വ്ളോഗുകൾ ഇവിടെ കോളേജ് മൊത്തം കൊണ്ടുവന്നിട്ട് 10-12 മിനിറ്റ് 20 മിനിറ്റ് ഉള്ളത് വരെ എൻ്റെ ഫോണിൽ കിടക്കുന്നു. പക്ഷെ ഞാൻ ഇതുവരെയും പബ്ലിക് ആക്കിയിട്ടില്ല. പിന്നെ ഇവരെല്ലാവരും എക്സാമിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ അവരൊക്കെ. പക്ഷെ നിങ്ങൾ എന്ത് മാനിയാ മനുഷ്യ ഇത്രയ്ക്ക്? ഇങ്ങനെയൊന്നും അല്ല കേട്ടാ പിള്ളേരെ. ക്യാമറയിൽ മുമ്പ് വന്നപ്പോ പിള്ളേരൊക്കെ അങ്ങ് അയ്യോ അച്ചോ. അതാണ് ഞാൻ യൂട്യൂബ് ചാനലിന് വേണ്ടിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അതിനെ ഇവൻ വ്ലോഗ് ചെയ്തോണ്ടിരിക്കുവാണ്. നിനക്കൊന്നും പറയാനില്ല? എനിക്കൊന്നും പറയാനില്ല. അവനെന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു കൊച്ചാണ്. പിന്നെ ഞങ്ങള് ഈ ഇടയ്ക്കൊന്ന് അടി ഉണ്ടാക്കിയായിരുന്നു. അയ്യോ ഞാൻ വീട്ടിൽ പറഞ്ഞു നീ എന്നെ കരയിപ്പിച്ചത്. അതാണ് ഈ വൃത്തികെട്ടവൻ എന്നെ കരയിപ്പിച്ച സുഹൃത്തുക്കളെ. ഇല്ല ഇല്ല അത്രയൊന്നും സംഭവിക്കില്ല. സാറെങ്കിലും ഇൻസ്റ്റ ഐ ഡി ഇല്ല ഐഡി പറഞ്ഞു കൊടുത്താൽ നിന്നെ വന്ന് ചീത്ത കളിക്കും. ഇല്ലാത്ത ഐഡി എടാ ഞാൻ ഇട്ടേക്കണ NGL നോ കൊടടാ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അത് ഇട്ടത്. എനിക്കത് ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഇന്നലെ രാത്രി ഞങ്ങളെ ഹോസ്റ്റലിലുള്ള മിക്കുള്ളതിനെ കൊണ്ട് നോ അടുപ്പിച്ചു. എന്നിട്ട് ഇന്ന് രാവിലെ ആയപ്പോ വീണ്ടും 84% യെസ്. ഒരു കാര്യമില്ല. പിന്നെന്താ നമുക്ക് മഞ്ജുശ്രീ ചേച്ചീനെ അമ്മേനെ കാണാം. എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള എന്താ പറയാനുള്ളത്? ഇതാണ് മഞ്ജുശ്രീ ചേച്ചി. മഞ്ജുശ്രീ ചേച്ചിനെ ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടു. ഇവയെല്ലാം എൻ്റെ മോള് അവനി ഓളെ യൂട്യൂബ് ചാനലിലെ എല്ലാവിധ ആശംസകളും. ചക്കരമോള് ഞാൻ ഇവിടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് കേസ്. കണ്ണിലുണ്ണി എന്ത് വഴിന്റെ ഇടയിൽ ഒരു ഗുണാലോചന. വയലിൻ പ്രാക്ടീസ് നിനക്ക് എന്നിട്ട് ഞാൻ വിളിക്കുന്നില്ല. എന്താ അതിങ്ങനെ എനിക്ക് ലാൻഡ്സ്കേപ്പ് ഇഷ്ടമല്ല. ഇതാണ് നല്ലത്. വീഡിയോ ഓണാണ്. എനിക്കൊന്നും പറയാനില്ല. നിറത്തിന് വേണ്ടിട്ട് ശ്രീ ഭാഗ്യരാജ് അവരുടെ ബാക്കിയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ല ഇത് അതേ കണക്ക് ഇല്ല ഗൈസ്. ഇത് 1% പോലും കട്ട് ചെയ്ത് ഇതേ കണക്ക് വീഡിയോ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഒരു 2-3 പേരെയും കൂടെ പരിചയപ്പെടുത്തി തരാം. ഹലോ ഗുഡ് മോർണിംഗ്. ഒരു ഹായ് പറയൂ. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. ഇതെല്ലാം വെഞ്ഞാറമൂടില് തന്നെ. ഒരു ഹായ് പറയൂ. ഓക്കെ. ഇല്ല വെഞ്ഞാറോട്ടില് കഴിഞ്ഞായിരുന്നു. പരിപാടി കഴിഞ്ഞായിരുന്നു. എന്റെ സ്ഥലം വെഞ്ഞാറോടാണ്. ഇത് യൂട്യൂബിൽ വ്ളോഗ് ഇടാൻ സബ്സ്ക്രൈബ് ചെയ്യണം. അവനി SS അവനി AVANISS സെറ്റ്. എന്റെ പേര് അവനി. അല്ല ഒരാളെയും കൂടെ കാണിച്ചു തരാവേ. അതാണ് ഇവിടുത്തെ ആളാണ്. ഇവിടുത്തെ നമ്മളെ സെക്യൂരിറ്റി അപ്പൂപ്പൻ മാമൻ എല്ലാം ഒപ്പം തന്നെ. ഈ കാണുന്നതാണ് മാവ്. കണ്ടാ മാവ്. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതൊരു കുളിരും ബാല്യം. അങ്ങനത്തെ പാട്ടിട്ടിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. ഇതെന്തൊരു മരമാണോ? അത് മാവൻ തോന്നുന്നത്. ദിസ് ഈസ് ചക്ക. ഇതാണ് പ്ലാവ്. ഓക്കെ നമ്മൾ ആളിനെ കാണിച്ചു തരാം. ഒരു ഹായ് പറയോ. ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി മാമൻ. എല്ലാ ദിവസവും നമ്മൾ പോണതും വരവതും ഒക്കെ നോക്കി നമ്മളെ കണ്ടൊന്ന് ചിരിക്കണ മുഖമാണ് ഫസ്റ്റ്. എൻ്റെ യൂട്യൂബ് ചാനലാണ്. ഞാൻ വീഡിയോ ഇടും. കാണണം. കാണുന്ന ആൾക്കാരുണ്ട് ഇവിടെ.
ഞാൻ പോണേ. നമ്മളെല്ലാവരുടെ അടുത്ത് നമ്മൾ ഓടി നടന്ന് വ്ളോഗ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല സത്യം. കോളേജ് ആവുകൊണ്ട് എനിക്കൊരു എന്താ ഒരു അയവുണ്ട്. അയവല്ല, പക്ഷെ അതെങ്ങനെ പറയണം. ഇപ്പം കഴിഞ്ഞതിന് തന്നെ ആ കോവിലിൻ്റെ അവിടെ വെച്ച് വ്ളോഗ് എടുത്ത ഞാൻ ഒരുമാതിരി ഇല്ല അച്ചറ പിടിച്ച മുഖമായിരുന്നു. എനിക്കൊരുമാതിരി ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷെ ഇന്ന് അതില്ല, കാരണം ഇവിടെ ഉള്ള എല്ലാവരും നമുക്കറിയാമെന്നുള്ളവരാണ്. പിന്നെ ഒരു പരാതി മിക്കുള്ളവരും പറഞ്ഞത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഒരുങ്ങി വൃത്തിയായി വരായിരുന്നു എന്ന് പറഞ്ഞു. 4-5 പേരെടുത്ത് ഞാൻ ഇന്നലെ രാത്രി എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തോന്നിയത് ശരി വ്ളോഗ് എടുക്കാമെന്ന്. അപ്പം ഒരു 4-5 പേര് നമ്മൾ അടുത്തിരുന്ന ഒരു 4-5 പേരെടുത്ത് പറഞ്ഞു വ്ളോഗ് എടുക്കണുണ്ടെന്ന്. അപ്പോൾ അവർ നല്ല റെഡിയായി സുന്ദരികളായിട്ട് വന്നു. ബാക്കി ആരും അറിഞ്ഞില്ല. പക്ഷെ കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇപ്പം ഇവിടെ നടക്കുന്ന വിശേഷം. കാരണം നമ്മൾ പെൺപിള്ളേർ എല്ലാവരും ആർദ്ര ഹോസ്പിറ്റലിൽ പോയി. ആർദ്ര ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവർക്കും എക്സാം ആണ്. അല്ല, അവക്ക് സബ് ഓൾറെഡി കഴിഞ്ഞു. അവള് മൃദംഗമാണ് സബ് എടുത്തേക്കുന്നത്. വീണക്കാരെല്ലാവരും വീണ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോക്കില്ല, കാരണം വീണ ഡിപ്പാർട്ട്മെന്റ് നല്ല സ്ട്രിക്റ്റ് ആണ്. ഓ, നിങ്ങൾക്കും അപ്പം ഇപ്പൊ നമ്മളെല്ലാരും വയലിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലുണ്ട്. എല്ലാരും ഉണ്ട്. റാംബോ, ലക്ഷ്മി ചേച്ചി, വിശാല്, ലക്ഷ്മി, അനീഷ, ആദിത്യ, അങ്ങനെ എല്ലാരും ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അവിടെ നമ്മുടെ ഈ കാണിച്ചു തരാവേ, എൻ്റെ തൊട്ട് പുറകെ കാണാൻ 2 ജനല്. അവിടെ വെച്ചിട്ട് ഇപ്പം ബാക്കി ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും, ഇപ്പം മൃദംഗം ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും വയലിൻ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും സബ് നടക്കുകയാണ്, വോക്കലിന്റെ സബ്. അതെ 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 അതെ. ബാ, കുറച്ചു നേരം നമുക്ക് ആൾക്കാരുമായി സംവദിക്കാം. പനിയില്ല, മൂക്കില്ല, മണ്ണടഞ്ഞിരിക്കണം. അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഇതാണ് ക്ലാസ് പഠിപ്പിക്കാൻ. ഇന്ന് എക്സാം ആയതുകൊണ്ട് ഒന്നും ക്ലാസ് പഠിപ്പിക്കണില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഇതൊക്കെയാണ് കോളേജിലെ വിശേഷങ്ങൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കുകയാണ്. പിന്നെ ഒരു സ്പെഷ്യൽ വ്ളോഗ് നമുക്ക് എടുക്കാം. കോളേജ് മൊത്തത്തിൽ കാണിച്ചു തരുന്ന ഒരു വ്ളോഗ് സ്പെഷ്യലായിട്ട് എടുക്കാം. കാരണം ഇന്ന് എല്ലായിടത്തും പോയി നടന്നു കഴിഞ്ഞാൽ ഈ വ്ളോഗിന്റെ സമയം കൂടും. അവസാനം നിങ്ങൾ തന്നെ പറയും, അയ്യോ ഇത്രയും വലിയ വ്ളോഗുകൾ ഇടല്ലേ എന്ന് പറയും. അതിൻ്റെ അകത്ത് ക്ലാസ് നടക്കണം. വയലിൻ്റെ HOD അതിൻ്റെ അകത്തുണ്ട്. ചീത്ത പറയും. അതാണ് സാർ ചീത്ത പറയും. അതുകൊണ്ട് അവൾ അങ്ങോട്ട് കാണിക്കണില്ല. ഓക്കെ, ബൈ ബൈ. അതാണ് പാട്ട് നിന്നു, അവസാനിച്ചു. കുറെ നേരമായി കേട്ടോ തുടങ്ങിയിട്ട്. ഞാൻ വീഡിയോ എടുക്കാൻ ഇച്ചിരി ലേറ്റായി പോയി. നേരെ കാണിച്ചോളൂ, ആൾക്കാർ കാണട്ടെ. എടാ വിശാലേ, എടാ റാംബോ ഇങ്ങ് വന്നാ ഒന്നുകൂടെ പാട്. ആ പാട്ടല്ല, വേറെ ഏതെങ്കിലും. പക്ഷെ അത് സ്ഥിരം കേൾക്കണം. ഒരു പാട്ട് കേൾക്കാം. അതാ കണ്ടത് തിങ്കളാഴ്ച, പൊട്ടല്ലേ കണ്ടത് ചൊവ്വാഴ്ച, തമ്മിൽ കണ്ടത് ബുധനാഴ്ച, നോക്കി നിന്നത് വ്യാഴാഴ്ച, നീ ചിരിച്ചത് വെള്ളിയാഴ്ച, കൂടെ വന്നത് ശനിയാഴ്ച, ഞായറാഴ്ച കണ്ട കാഴ്ച സങ്കട കാഴ്ച, ഞായറാഴ്ച കണ്ട കാഴ്ച സങ്കട കാഴ്ച. അതിമനോഹരമായി ഈ ഗാനം ആലപിച്ച ഞങ്ങളുടെ എല്ലാം പൊന്നോമന പുത്രൻ എന്നുള്ളതല്ല, എളിമയുള്ള കലാകാരൻ അല്ലെങ്കിൽ എളിമയുള്ള ഗായകനാണ്. അല്ല, സാധാരണ ഒരു പാട്ട് പാടുന്ന ഒരാളുടെ അടുത്ത് സാധാരണ പാട്ട് പാടുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നമ്മള് 2 വരി പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ജാടയാണ്, ഞാൻ ഉൾപ്പെടെ സത്യസന്ധത വരണം. പക്ഷേ ഇവന്റെ അടുത്ത് ചെന്നിട്ടടാ ഒരു പാട്ട് പാടി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പാടും. അത് നീ എത്ര അവൻ പാടും.
അവൻ സൂപ്പറായിട്ട് പാടിത്തരും. പക്ഷെ അതിന് ഹൈലൈറ്റ് ആണിത്. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച എല്ലാ ആഴ്ചയും ഇതിൽ നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് പാടിയില്ലേ, അത് ഞാൻ എഴുതിയ പാട്ടല്ല, അത് യൂട്യൂബിൽ ഒരു ആൽബം സോങ്ങിൽ നിന്ന് കേട്ടെടുത്ത് ഞാൻ പാടിയ പാട്ടാണ്. കണ്ട, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഇവിടെ വന്ന് ഇപ്പം പാടിയാണ് ഈ പാട്ട് കേൾക്കണത്. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകം കമന്റ് ചെയ്യുക. പിന്നെ കോഹ്ലി വന്ന് കോഹ്ലി വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അറിയാൻ വയ്യ കോഹ്ലി കാണാൻ പറ്റുമോ. കോഹ്ലി ബിസിയാണെന്ന് തോന്നുന്നു. ഹൂ ഇസ് കോഹ്ലി? ഇപ്പം നിങ്ങൾക്ക് സംശയം കാണാം ആരാണ് കോഹ്ലി എന്ന്. കോഹ്ലി എന്ന് പറഞ്ഞാൽ മൃദംഗം ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ചേട്ടൻ്റെ പേരാണ്. അഖിൽ എന്ന് പറയുന്ന ചേട്ടൻ്റെ പേരാണ് കോഹ്ലി. കോഹ്ലിനെ കാണിച്ചു തരാം. കോഹ്ലി ബുള്ളറ്റ് വരുന്നുണ്ട്, നമുക്ക് കോഹ്ലിനെ കാണാം. ദിസ് ഈസ് കോഹ്ലി ഗൈസ്. സെറ്റ് ഗൈസ്, ഇതാണ് കോഹ്ലി. കോഹ്ലിയുടെ ഒറിജിനൽ പേര് അഖിൽ. ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു നിങ്ങളാ. എന്താണ് പറയാനുള്ളത്? ഈ കുട്ടി വളരെ ഒരു നല്ലത് മാത്രമേ പറയാൻ. അടേ ഞാൻ അല്ലല്ല, ഞാൻ എനിക്ക് ഉളപ്പില്ല. ഞാൻ പറഞ്ഞോളൂ, ഈ കുട്ടി വളരെ ഒരു മോശമായ ഒരു കുട്ടിയാണ്. ഈ കുട്ടിയോട് ആരും അടുപ്പം വയ്ക്കരുത്. ആരും അടുപ്പം വയ്ക്കരുത്. എല്ലാരും അപമാനിക്കുന്ന ഒരു ആളാണ്. അഖിൽ നായർ എന്നാണ് ഇങ്ങനെ ഇൻസ്റ്റാ ഐഡി. ചീത്ത വിളിക്കാനുള്ളവർക്ക് ദൈവത്തിനോട് ഈ കുട്ടി പറഞ്ഞ വിശ്വസിക്കരുത്. ഇല്ല, യൂട്യൂബില് ഇയാൾ ഇങ്ങനെയാണ്. എന്റെ ഭഗവാനെ എടുത്തില്ലെന്ന് മാനക്കെട്ട പരിപാടി. ഇത്ര നേരിട്ട് മനസ്സിലായില്ല. ഇത് കട്ടൊന്നുമില്ല, ഫുൾ എല്ലാ വിശേഷങ്ങളും ഇടും. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ബിൽഡപ്പ് കൊടുത്ത് പറഞ്ഞു തന്നതാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലേ നശിപ്പിച്ച്. ഞാന് അയ്യോ ഭാഷ പറഞ്ഞു. സ്റ്റാർട്ട് ആക്ഷൻ. ഹായ് അവനി. കണ്ട് പഠിക്കില്ലേ? ചേട്ടൻ പക്ഷെ ആ കാര്യത്തിൽ മാന്യനാണ്. എല്ലാ പെമ്പിളേരും ചെന്ന് സഹോദരി എന്ന് വിളിച്ചോളും. അതാകുമ്പോ വേറെ ശല്യമൊന്നും ഇല്ലല്ലോ അല്ലേ? അതാണ് പെമ്പിള്ളേരല്ല ശല്യം പൊതുവെ. ചേട്ടനാ ശംഭു ചേട്ടനാ? ശംഭു ചേട്ടൻ നിങ്ങളായിട്ട് നിങ്ങളെ ഇമേജ് നശിപ്പിച്ചില്ലേ മനുഷ്യ? ഇല്ല ഇല്ല ഇല്ല. ചേട്ടന്റെ പ്രത്യേകത, ചേട്ടന്റെ കണ്ണാണ് ചേട്ടന്റെ പ്രത്യേകത. പൂച്ചക്കണ്ണത്. പൂച്ചക്ക് എന്താണ് കണ്ണ്? അല്ല, കണ്ണ് വ്യത്യാസമുണ്ട്. കൃഷ്ണമണിക്ക് വ്യത്യാസമുണ്ട്. ഇല്ല, ഒരുത്ത ഇതിന് മുമ്പേ ചോദിച്ചോണ്ട് അജോ കട്ടേടി ഇടല്ലേടി. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ പറഞ്ഞല്ലേ, ഞാൻ ഇടും. കയ്യിൽ ടാറ്റു ഉണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്. നീ കുറച്ച് ഫേമസ് അവിടെ പോണ്. പാവം പിള്ളേര് പോട്ട്. അപ്പൊ ഗൈസ്, ഇതാണ് കോഹ്ലി. കോഹ്ലി പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഞാൻ നല്ല മനുഷ്യനായിട്ട് ചിത്രീകരിച്ച് വെച്ചിരുന്ന കോഹ്ലിയായിട്ട് കോഹ്ലിയുടെ ചിത്രീകരണം നശിപ്പിച്ചു. പാവം കോഹ്ലി കട്ട് ചെയ്യാൻ കുറെ നേരമായിട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ കട്ട് ചെയ്യൂല കേട്ടാ. കോഹ്ലി പറഞ്ഞ ഞാൻ അതേ കണക്കിടും. കോഹ്ലിയുടെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത ആളിനെ കാണാൻ വേണ്ടി പോവാണ്. ശംഭു ചേട്ടനെ കാണിച്ചു തരാം. ഇവരൊക്കെ PG ഫൈനൽ ഇയേഴ്സ് ആണ്. ഇപ്പൊ ഇവര് ഇറങ്ങും. കുറച്ച് ദിവസം കൂടി ഇനി ഇവിടെ കാണത്തുള്ളൂ. അങ്ങനെ നമ്മളടുത്ത സബ്സ്ക്രൈബറിനെ കണ്ടു. ഇങ്ങനെ സംസാരിക്കല്ലേ? കുറച്ചും കൂടെ സ്ലാങ്. തിരുവനന്തപുരം വീട്ടിൽ സംസാരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ സംസാരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? സബ്സ്ക്രൈബർ വളരെ ഞാൻ കഴിഞ്ഞ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിടിച്ചോ. അതായത് കഴിഞ്ഞ വീഡിയോ ഏത് മറ്റേ കോവിലിൽ വീട്ടിൽ കോവിലിൽ പോണത്. നിങ്ങളെ വീട്ടിലൊരു ആ ഒരു വൈബും നിങ്ങളുടെ സ്ലാങ്ങും അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ വീഡിയോയിലും ഞാൻ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ക്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് മൃദംഗ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലായിരിക്കണത്. നമ്മുടെ PG ക്ലാസ്. ഇതാണ് ദേവാനന്ദ ഏട്ടൻ. അത് സിനിമാറ്റിക്കിൽ ഇട്ടോണ്ട് ഒരാളെ മാത്രമേ ഇതാക്കി കിട്ടത്തുള്ളൂ. അതായിരിക്കും.
പരിചയപ്പെടുത്താം. ദേവാനന്ദ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തും. ഇവിടെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട് സുഹൃത്തുക്കളെ. എന്നെ എപ്പോ പരിചയപ്പെടുത്തുന്ന അറിയാമോ? ഇന്ന് ടെസ്റ്റ് മാച്ച് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത വിരാട് കോഹ്ലി സ്വയം പ്രഖ്യാപിത വിരാട് കോഹ്ലി. ഞാൻ സ്നേഹമുള്ള ഇങ്ങനെ കുങ്ങക്കൊക്കെ പിടിച്ചത്, അല്ലാണ്ട് സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് അരുത്, എന്നെ ഒന്നും ചെയ്യരുത്. സൈബർ ബുള്ളി ചെയ്ത് എന്റെ അക്കൗണ്ടിൽ കയറി മേടിവരുത് ദൈവത്തോടത് പ്ലീസ്. ആത്മഹത്യ ചെയ്തു. ഇത് കട്ടാക്കി ഇത് ഇങ്ങനെയാണ് എടുത്തോണ്ടിരിക്കുന്നത്. ഒറ്റ പോക്കാണത്. 24 hours ഒരു മണിക്കൂറിന്റെ അകത്ത് ലൈവ് യൂട്യൂബ് ലൈവാണ്. 1 മണിക്കൂറിന്റെ അകത്ത് തീർക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ സത്യമായിട്ടും വിചാരിച്ചില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. ഞാൻ അക്കൗണ്ട് നമ്പർ ഞാൻ വേണമെങ്കിൽ പൈസ അക്കൗണ്ട് നമ്പറുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേര് ഞാൻ വേണമെങ്കിൽ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം. പറയും എന്തൊരു അഹങ്കാരിയാണ് അവൻ ആരാണ് അവന്റെ വിചാരം. ഇതാണ് കോഹ്ലി ഗൈസ്, ദിസ് ഈസ് കോഹ്ലി. ശരിക്കുള്ള കോഹ്ലി ഇത് കാണാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞാലും ഞാൻ വെറും പാവമാണ്. ഈ 5 വർഷം കൂടെ പഠിച്ചത് നമുക്ക് തോന്നിയില്ല. നമ്മൾ ഒരു മനുഷ്യനും കോഹ്ലി എന്ന രോഹിത് ശർമ്മ പറഞ്ഞില്ല. നീ സ്വന്തമായിട്ട് പറഞ്ഞ കഴിഞ്ഞ പോലെ ആർട്ടിസ്റ്റ് നമ്മൾ അംഗീകരിക്കണം. ഇല്ലല്ല ചേട്ടൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ചേട്ടൻ ഭയങ്കര ആർട്ടിസ്റ്റ് ആണെന്ന്. നീ ആര് ഞാനേ സൂര്യ എന്ന് പറഞ്ഞ ആള് ഇഷ്ടം പോലെ അച്ചേരി വെച്ചിട്ടുണ്ട്. തളിയിൽ സൂര്യ എന്ന് പറഞ്ഞ ആരാ നമ്മളെ ഏഴൊന്നും എടുത്തിട്ട് പോലില്ല. പക്ഷേ അവനൊരു ആർട്ടിസ്റ്റാണ്, പവറാണ് എന്ന് ഇവ എന്നും പറയും. പക്ഷെ നമ്മൾ അംഗീകരിക്കൂല. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ ബാക്കിയുള്ളവരെടുത്ത് പൊക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നമ്മൾ തന്നെ ഒരു കാണണം അല്ലേ, അത് ആവശ്യമാണ്. അതാണ്. പക്ഷെ ഞാൻ ഒന്നുമല്ല, അയ്യോ ഞാൻ പറയൂല കേട്ടോ, ഞാൻ വലിയ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചോളല്ലേ. ഇതാണ് ദേവാനന്ദേട്ടൻ. ദേവാനന്ദേട്ടന്റെ സ്ഥലം കടക്കലാണ്. ഇവിടെ കുറെ കടക്കാരുണ്ട്. ഇവരെയൊക്കെ ധാരണ കടക്കൽ ഭയങ്കര എന്തോ വലിയ സംഭവമാണെന്നാണ്. പക്ഷെ അല്ല ഗൈസ്, തിരുവനന്തപുരമാണ് സൂപ്പർ. തിരുവനന്തപുരമാണ് സൂപ്പർ. അതാണ് തിരുവനന്തപുരം പോലത്തെ വലിയ സിറ്റി എന്ന് പറയാം ഞങ്ങളുടെ കടക്കൽ. നമ്മുടെ കടക്കൽ ശരിക്കും കോഴിയുടെ സ്ഥലം എന്തിനാണ്? വട്ടിയൂർക്കാവല്ലെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞല്ലോ. കുണ്ടാങ്കടവാ. കുണ്ടാങ്കടവ് 125 വർഷം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് നിർമ്മിതമായ ഒരു പാലമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. വളരെ അതെനിക്കാണ്, നീ പോയി നോക്കണം. ഇവിടെ ഇരുന്നാ സത്യം ഇവരൊക്കെ നല്ല ആൾക്കാരാണ് കേട്ടാ. ഇവരുടെ അടുത്ത് ഇരുന്നാ സമയം പോണ അറിയൂല. നല്ല ചേട്ടന്മാരാ. അല്ല നല്ല സ്നേഹമുള്ള നല്ല ഇവിടെ ഇരുന്ന് സംസാരിച്ച് വിഷയങ്ങൾ ഒരുപാട് കാട് കയറി അവസാനം ഇവിടെ മഴയൊക്കെ മഴ പെയ്തത് കൊണ്ട് നമ്മൾ കുട എടുത്തു. നിങ്ങൾക്ക് ഞാൻ കുറേ പേർക്ക് അറിയായിരിക്കും, ഇതാണ് ദിനേശ്, മൈ ഫ്രണ്ടാണ്. എൻ്റെ നിറം ബ്രൗൺ കളറാണ്. അപ്പം എങ്ങനെ കഴിഞ്ഞ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാണ് നമ്മുടെ ആർദ്ര. നിന്നെ ഞാൻ എപ്പോഴും അയ്യോ കൊണ്ടാ എടി ആർദ്ര, നിന്റെ മുഖത്തിന് നേരെ കൈ ഒന്ന് തൊട്ടാൻ. ഓക്കെ ഓക്കെ. അവർ ആശുപത്രിയിൽ പോയൊക്കെ ഇരുന്ന് നമുക്ക് ചലിക്കാം. യെസ്. വീണ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കഴിഞ്ഞില്ല ഗൈസ്, ഉച്ചയ്ക്ക് ശേഷമാണ്. പ്രാക്ടീസ് പിടിച്ചു എന്റെ കൈ തൊലഞ്ഞു ഗൈസ്, എന്റെ കൈ തൊലഞ്ഞു. അവളുടെ കൈ വായിച്ചു പോയി. ഓക്കെ, ഹോസ്റ്റലിൽ പോകാൻ ടൈം ആയില്ലല്ലോ. ഹോസ്റ്റലിൽ പോണം. 12:30 ഇവിടെ ക്ലാസ് കഴിയും. പിന്നെ ഒരു നിനക്ക് വൈകിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തില്ലേ? പിന്നെ ഇവിടെ എല്ലാരും ഉണ്ട്. ഹലോ, സാംബോ ഉണ്ട്, വിശാലുണ്ട്, നിസ്വാനുണ്ട്. 24 മണിക്കൂറും ഫോണിലാണ്. അങ്ങനെ അപ്പൊ നമുക്ക് ഇനി ഹോസ്റ്റലിൽ പോണം, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ടായിരിക്കും ഇവർക്ക് എക്സാം അല്ലേ, അല്ലേ വീണക്കാർക്ക് എക്സാം. എന്തായാലും വയലിൻ ഡിപ്പാർട്ട്മെന്റിൽ സബിനുള്ള എല്ലാവർക്കും എക്സാം കഴിഞ്ഞു.
പിന്നെ വോക്കൽ എടുത്തേക്കുന്നവർക്കും മിക്കുള്ളവർക്കും എക്സാം ഒക്കെ കഴിഞ്ഞു. അയ്യോ എടാ അവസാനമായിട്ട് എന്തെങ്കിലും അവസാനമായിട്ടല്ലോ കാണാം. ഓക്കെ ഗൈസ്, മഴ നല്ല മഴയുണ്ട്. നീ ഇത് നോട്ടോ ദിനേശ്. ദിനേശ് ഗൈസ്, ദിനേശിനെ കാണിച്ചത് guys. ഇതാണ് ദിനേശ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ദിനേശ് ചെയ്യാത്ത പ്രവൃത്തികളില്ല, ദിനേശ് എല്ലാം ചെയ്യും. ദിനേശ് മേക്കപ്പ് ഇടും. ദിനേശ് ഒരു ദിവസം തൊലഞ്ഞു പോയി ഗൈസ്. അതാണ്, ഒരു ദിവസം ദിനേശ് താഴെ വീണു. ദിനേശിന്റെ ഈ അടിയിലുള്ള ആ ഒരു കൊട്ടല്ല എന്തിനാ ഒരു സാധനം അത് താഴെ വീണ് പോയി. പിന്നെ അതിനെ ഫിറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മളിപ്പോൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് നടന്നു പോവുകയാണ്. ഹോസ്റ്റലിലേക്ക് ഇങ്ങനെ നമ്മൾ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, മഴ ആയതുകൊണ്ട് എന്റെ ഫോൺ നനയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നിന്റെ അടുത്ത് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാ? എന്നെ കുറിച്ച് പറ. വളരെ നല്ലൊരു കുട്ടിയാണ്. പിന്നെന്താ പറയാ, ഭയങ്കര എന്താ അത് തന്നെ കിട്ടുന്നില്ല. കണ്ട, വാക്കുകളില്ല എന്നെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. സത്യം. ഒരു ഞാൻ ഇവിടെ വന്ന സമയത്ത് ഹൃദയാണ്. ഇവളെ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്ത് ഇവള് വിചാരിച്ചു വെച്ചിരുന്ന ഞാൻ ആങ്കൊച്ചാണെന്നാണ്. സത്യം ഗൈസ്. ഞാൻ പാന്റ് ഉടുപ്പിട്ട് ബോയ് കട്ടൊക്കെ ഇട്ട് വന്ന്. പക്ഷെ ഞാൻ മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. അയ്യോ ഉണ്ടായിരുന്നു. അന്ന് കമ്മല് പോലും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. ഹോസ്റ്റലെത്തി. നമുക്ക് പയ്യെ ചരിക്കാം, അകത്തോട്ട് പോവാം. ഹോസ്റ്റൽ മുറിയൊക്കെ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാവേ. നമുക്ക് പോവാം. പോയിട്ട് നമുക്ക് ആഹാരം കഴിക്കണം. അപ്പം മെസ്സിൽ ഫോൺ കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഇനി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. വെയിറ്റ് ആൻഡ് വാച്ച്. കീ എടുത്ത് നമ്മുടെ മുറി നമ്പർ 40. ഇതൊന്നും പറഞ്ഞു കൊടുത്തൂടാ. അപ്പോഴേ കാണാം. ബൈ ബൈ. ഫുഡ് കഴിച്ചിട്ട് വരാം. ഹലോ, അപ്പൊ നമ്മള് ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് ക്ലാസ്സിൽ വന്ന് ബ്ലോഗാ. എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ശരി, ഓക്കെ. നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം. ഇതാണ് സംഗീത ടീച്ചർ. ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് സംഗീത ടീച്ചർ. ടീച്ചർ ഒരു ഹായ് പറയാം. ഹലോ. ഇത് വ്ലോഗ് ചെയ്യുക യൂട്യൂബിൽ. അതാണ് സംഗീത ടീച്ചർ. മനോജിനെ കാണിച്ചു തരാം. വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഓടിപ്പോയെന്ന് തോന്നുന്നു. മനോജേ, സേ ഹായ്. ഇവരാണ് വീണ ഡിപ്പാർട്ട്മെന്റിലെ ഏക ആൺകുട്ടി. അയ്യോ, ഇവിടെ വേറെ പിള്ളേരൊക്കെ ഇരിക്കണം. ഫസ്റ്റ് ഇയറിൽ വന്ന് പിള്ളേരൊക്കെ ഇരിക്കണം. ഫസ്റ്റ് ഇയറിൽ വന്ന് പിള്ളേരൊക്കെ അവിടെ ഇരിക്കണം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോണ്ട. നമുക്ക് ആരെങ്കിലും ഒക്കെ നോക്കാം. വാ. അഞ്ജലി വാ. ഇതാണ് അഞ്ജലി, നമ്മുടെ ഡാൻസ് ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരാണ്. കുറെ പേര് പറഞ്ഞില്ല. ഷെഹനാസ്, എന്റെ യൂട്യൂബ് ചാനലിന്റെ ആൾക്കാരുടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഹായ്, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ. ഒരു സ്പെഷ്യൽ ആളിനെ കാണിച്ചു തരാം. സ്റ്റെഫിൻ അങ്കിളിനാണ് നമ്മളിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്നത്. അയ്യോ, ഇതെന്തൊരു കോലം. ആള് മുഖം കാണിക്കണില്ല ഗൈസ്, കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. ചുമ്മാ ഷേവൊക്കെ ചെയ്ത് ക്ലീൻ ആയി ആള്, അതുകൊണ്ടാണ് മുഖം കാണിക്കാത്തത്. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇവിടെ എക്സാം നടക്കുക. അഞ്ജലി പോയി. ഇങ്ങനെ കാണിച്ചില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമുക്ക് വഴിയെ കാണാം. ഇപ്പം വയലിനൊക്കെ കഴിഞ്ഞ് ഇപ്പം പിള്ളേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ലക്ഷ്മി ചേച്ചി അസൈൻമെന്റ് എഴുതുകയാണ്. അസൈൻമെന്റ് അല്ല, റെക്കോർഡ് എഴുതുന്നു. ആദിത്യ ചുമ്മാ ഇരിക്കുന്നു. വിശാല് ഫോണിൽ കുത്തുന്നു. അമൃതേ, എന്തുവാ പരിപാടി? ലീഡറാണ്. ഞങ്ങള് 47 പിള്ളേരുണ്ടാടി. അവരെല്ലാരെയും നിയന്ത്രിക്കുന്ന ഒരേ ഒരു വ്യക്തി.
എത്രയായാലും അവക്ക് 47. ലീഡറിന് എത്ര ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ടെന്ന് പോലും അറിഞ്ഞൂടാ. പിന്നെ മഞ്ജുശ്രീ ചേച്ചി വയലിൻ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? വയലിൻ കുഴപ്പമില്ല, വായിച്ചിട്ടുണ്ട്. അതാ കുഴപ്പമില്ല, വായിച്ചിട്ടുണ്ട്. പിന്നെ റാംബോ സേ ഹായ് ഒന്നൂടാ. ഹായ് ഹായ്. റാംബോ ഒരു പാട്ടൊക്കെ ഉണ്ട്, നിങ്ങളെല്ലാവരും കേൾക്കണം. പിന്നെന്താ പിന്നെ ഗൈസ്, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഈ ക്യൂടെക്സ് കൊള്ളാമോ? കാരണം ഇന്നലെ രാത്രി ഞാൻ ഒരു ഗ്രേ കളർ ഇട്ടിട്ട് എന്നെ കൊണ്ട് പെമ്പിള്ളേരെല്ലാം കൂടെ മായ്ച്ചിട്ട് ഈ ചോപ്പ് ഇടിപ്പിച്ച് മണ്ടയില്. കയ്യില് ചോപ്പ്, ഇതാണ് ഒറിജിനൽ ചോപ്പ്, പക്ഷെ ഇത് ഡാർക്ക് ചോപ്പ്. ഇത് ഡാർക്കായി ഇന്നലെ ഇട്ടത്. അടിയിലെ ഗ്രേയും കൂടെ മിക്സ് ആയപ്പോഴത്തേക്കും ഇതൊക്കെ അതിൽ അക്കൂട്ടത്തിൽ ഉള്ളതാ. പിന്നെ വൈകുന്നേരത്തെ എന്തൊക്കെയൊക്കെയോ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ. ഓക്കെ, അപ്പൊ ആകെ ഇത്ര പേരെ ഇപ്പൊ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളവര് വീണ സബിന് പോയവരുണ്ട്. പിന്നെ വയലിൻ തീർന്ന്. പിന്നെ ഇനി ചേട്ടന്മാര് കുറച്ചുപേരും കൂടെ വരാനുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ എനിക്കൊരു ചെറിയ സങ്കടം പറയാനുള്ളത്, ഞാനിവിടെ വർക്ക് ചെയ്യുന്ന അധ്യാപകരല്ലാത്ത അനധ്യാപകരായിട്ടുള്ള മിക്കുള്ളവരെയും മാമ മാമി പിന്നെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണ അപ്പൂപ്പന് സെക്യൂരിറ്റി അപ്പൂപ്പ അല്ലെങ്കിൽ മാമ ഇങ്ങനെയാണ് വിളിക്കണത്. അപ്പം ഞാൻ ഇങ്ങോട്ട് വ്ളോഗ് ചെയ്ത് വരണ വഴിക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞെന്താ ഞാൻ പറയുന്നില്ല, ഇവിടെ ഉള്ള എല്ലാവരെയും മാമ മമ്മി എന്ന് വിളിക്കാൻ നിന്റെ കുടുംബക്കാരാണോ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ച്. ഞാൻ ചോദിക്കട്ടെ, സർക്കാരിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും സാറെന്നും മാഡം എന്നും തന്നെ വിളിച്ച് അഭിസംബോധന ചെയ്യണം എന്നുണ്ടോ? കാരണം ഞാൻ വിളിക്കുന്നവർക്ക് ഞാൻ മാമ മാമി അല്ലെങ്കിൽ അപ്പൂപ്പാന്ന് വിളിക്കണതിൽ വിഷയമില്ല, പുറത്ത് കേട്ടോണ്ട് നിൽക്കുന്നവർക്കാണ് വിഷയം. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് കോളേജിലെ വിശേഷങ്ങൾ. ഇന്ന് പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഇല്ല, ഇന്റേണൽ എക്സാം ആയ കാരണം ഇന്റേണൽ സബിൻ്റെ എക്സാം ആയതുകൊണ്ട് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു ഇന്ന്. അല്ലെങ്കിൽ 24 മണിക്കൂർ എന്നല്ല, എല്ലാവരും ടീച്ചർ കയറും, നമ്മൾ പഠിക്കണം, പാടണം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തൊണ്ട കുറച്ചടയും, പിന്നെ പോയി പ്രാക്ടീസ് കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തൊണ്ട മൊത്തത്തിൽ അടയും. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിര വിശേഷങ്ങൾ. അപ്പോൾ ഇനി ക്ലാസ് ഉള്ളൊരു ദിവസം വേറൊരു വ്ളോഗുമായിട്ട് അപ്പോൾ കാണാം, അല്ലെങ്കിലും അടുത്ത വ്ളോഗ് ഉടനെ വരും. അപ്പോൾ ഇതുവരെ വ്ളോഗ് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ലവ് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിനിടയിൽ കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അതിന് മറുപടി തരാം. അപ്പോൾ അവനി എസ്.എസിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇത് കാണുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച്, ലവ് യു.